നമ്മുടെ വർക്ക് കഴിഞ്ഞ സൈറ്റാണ്. വയനാട് കൽപ്പറ്റ കോട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഹാഫ് കട്ട് എന്ന് പറഞ്ഞ 3x2 സൈസും പിന്നെ ബാംഗ്ലൂർ ഗ്രാനൈറ്റ് ബ്ലാക്ക് കോബിളുമാണ്, ഫ്ലെയിംഡ് കോബിളാണ് ഈ കല്ലിൻ്റെ ഗ്യാപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഈ കല്ല് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചിനും താഴെയായിട്ടുള്ള ചെറിയ ഗ്യാപ്പിലാണ് വിരിച്ചിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വിരിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിരിക്കണമെങ്കിൽ കുറച്ച് പണി കൂടും. ഇപ്പോൾ സാധാരണ നോർമൽ വർക്കിന് വേണ്ടി റേറ്റും വ്യത്യാസം വരും, പക്ഷെ വർക്ക് നല്ല വൃത്തി ഉണ്ടാവും, കാണാൻ നല്ല രസമാണ് ചെറിയ ഗ്യാപ്പിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു പാറ്റേണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാണുന്ന റഫ് ഗോബിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഒരു അക്വേറിയം പരിപാടികളൊക്കെ വരും. ഡിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റിൻ്റെ റഫ് കോബിളാണ് കൊടുത്തിട്ടുള്ളത്. റഫ് കോബിൾ കൊടുക്കാനുള്ള കാരണം അവിടെ ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. കാരണം കുത്തനെയുള്ള ഇറക്കമാണ്. കാർ പോർച്ച് താഴെയാണ് വരുന്നത്. ഈ വീട് 2 ഫ്ലോറിലായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുകളിൽ 2ാമത്തെ ഫ്ലോറിലാണ്. താഴേക്ക് വരുന്നവരും താഴെയാണ് കാർ പാർക്കിങ് വരുന്നത്. അപ്പോൾ റഫ് കോബിൾ കൊടുക്കുന്നത് ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ലാൻഡിങ് വരുന്നത് സ്റ്റോണിൽ തന്നെ കൊടുത്താൽ. അതിൽ പിന്നെ ഡിസൈനായിട്ട് കോബിളൊന്നുമില്ല, അടുപ്പിച്ചിട്ട് തന്നെ വിരിച്ച് ചെറിയ ഗ്യാപ്പിൽ ഇവിടെ കാർ പാർക്കിങ് വരുന്നത്. ഓക്കെ, ഇതാണ് കാർ പാർക്ക്. ഇത് കൽപ്പറ്റ മേപ്പാടി റോഡിൽ കോട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സജി സാർ എന്ന് പറഞ്ഞ ഡോക്ടർ സജി സാറ് വീട്ടിലാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ വർക്കിന് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അങ്ങനെ ഹജർ വയനാടായിട്ട് ബന്ധപ്പെടുക. പ്രീമിയം വർക്കുകൾക്കും. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഭാഗം പണി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഫ്ലെയിംഡ് കോബിളാണ് കൊടുത്തിട്ടുള്ളത്.